സന്തോഷമുണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ആഴ്ച നിർത്തിയത് ആ പ്രിൻസിപ്പിൾസിനെ കുറിച്ചായിരുന്നു. അതിൽ പറയുന്നത് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ തൊട്ട് എനിക്ക് മൂന്നെണ്ണം ഞാൻ വായിച്ചു, എങ്കിൽ ഒരിക്കൽ കൂടി വായിക്കാം. ദി പ്രിൻസിപ്പിൾ ഓഫ് അഗ്രസീവ് ഇവാഞ്ചലിസം. ഞാൻ 1 മണിക്കൂർ വായിക്കാം കേട്ടോ. 11:15 വരെ വായിക്കാം. പിന്നെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാം, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാം. ഐ തിങ്ക് ദാറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. കുറച്ചുകൂടി നമുക്ക് അറിവുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് the principle of aggressive evangelism, so prominent as an Oxford group attitude, had to be dropped in order to get any result alcoholics. മദ്യാസക്തരിൽ മോചനത്തിന്റെ ഒരു വിശേഷ ഒരു സ്വഭാവത്തിന്റെ രീതിയായിരുന്നു എന്ന് പറയുന്നത്. അത് മാറണം. എന്നാൽ മാത്രമേ that this principle, which may have been absolutely vital to the success of the Oxford group, would seldom touch neurotics of our youth. നമ്മളുടെയൊക്കെ, അതായത് ആൽക്കഹോളിക്സിന്റെ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇത് പ്രവർത്തിക്കില്ല ഈ മതപരമായിട്ടുള്ള ഒരുപാട് ഉയർത്തി കാണിക്കൽ, അത് അനുഭവത്തിൽ നിന്നും പറയുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ വിജയകരമായി നടന്നു വരുന്ന ഒരു പ്രിൻസിപ്പിൾ ആയിരിക്കാം. പക്ഷെ മദ്യാസക്തർക്ക് ഇത് ഒരിക്കലും അനുയോജിതമല്ല എന്നുള്ളതാണ് പറയുന്നത്. Work was found to be bad. റിഫ്ലക്ഷനും കൂടി ഇത് തന്നെയാണ് പറയുന്നത്. അനോണിമിറ്റിയിലേക്ക് വന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് ആത്മപ്രശംസ, അല്ലെങ്കിൽ അവനവനെ കുറിച്ച് 4 ആളുകൾ അറിയത്തക്ക വിധം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാമുഖ്യം ഉള്ള ഒരു രീതിയിലുള്ള ഒരു വർക്ക് നല്ലതല്ലായിരുന്നു എന്ന് കണ്ടെത്താൻ സാധിച്ചു. Alcoholics who talk too much on public platforms were likely to become inflated and get drunk again. മദ്യാസക്തരിൽ കാണപ്പെട്ടിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരെ പൊക്കി പറയുകയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും കുടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലെ കുറിച്ചാണ്. Our principle of anonymity, so far as the general public is concerned, partly corrects this difficulty. ഈ ഒരു പ്രശ്നത്തെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് നാമധേയത്വം എന്ന ഒരു തത്വം അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായത്. അനാമധേയത്വം എന്നുള്ള പ്രിൻസിപ്പിൾ ഉണ്ടായി. The principles and love are as much a goal for Alcoholics Anonymous. മറ്റ് തത്വങ്ങൾ, അതായത് സത്യസന്ധത, പരിശുദ്ധത, പിന്നെ സെൽഫിഷ് അല്ലാത്ത അൺസെൽഫിഷ്നസ്, പിന്നെ സ്നേഹം, ലവ്, ആർ ആസ് മച്ച് എ ഗോൾ ഫോർ. ഇതും കൂടി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു ഗോൾ തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഉദ്ദേശം തന്നെ ആയിരുന്നു. AA members and are as much practiced by them as by any other group of people. മറ്റുള്ള ഗ്രൂപ്പുകൾ ഇവയെല്ലാം പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെയായിരുന്നു ആൽക്കഹോളിക്സ് അനോണിമസ് മെമ്പേഴ്സും പ്രാക്ടീസ് ചെയ്തത്. Yet we found that when the wrong absolute was put in front of these attributes, they either turned people away by the hundreds
or gave a temporary spiritual inflation resulting in collapse. Yet we found that when the word absolute എന്ന് പറയുന്ന വാക്ക്, അബ്സല്യൂട്ട്ലി കറക്റ്റ് എന്നൊക്കെ പറയും, അതായത് ഒരിക്കലും തെറ്റാത്തൊരു സംഭവം, അബ്സല്യൂട്ട് വളരെ ശരിയായിട്ടുള്ള ഒരു സംഭവം, അത് ഈ അട്രിബ്യൂട്ട്സ്, അതായത് ഈ പറഞ്ഞ ലവ്, പരിശുദ്ധത, അൺസെൽഫിഷ്നെസ്, സത്യസന്ധത, ഇതിന്റെ മുമ്പിൽ ഇത് വെച്ചു കഴിഞ്ഞാൽ they either turned people away by the hundreds or gave a temporary spiritual impression. അപ്പൊ ഇത് കുറെ ആളുകൾക്ക് അത് പ്രശ്നമായി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു ആത്മീയതരമായിട്ടുള്ള വല്ലാതൊരു പൊങ്ങച്ചം ഉണ്ടായി എന്നാണ് പറയുന്നത്. അത് അതിന്റെ റിസൾട്ട്, അല്ലെങ്കിൽ അത് അവരെ വീഴ്ചയിലേക്ക് കൊണ്ട് എത്തിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ ഒരുപാട് പൊക്കി പറയലുകൾ വേണ്ട എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. It was discovered that all forms of coercion, both direct and indirect, had to be dropped. We found that checking in the hands of amateurs too often resulted in criticism, and that resulted in resentment, which is probably the most serious problem the average alcoholic is troubled with. It was discovered that all forms of coercion, both direct and indirect, had to be dropped. തർക്കങ്ങൾ അതന്നെ, അത് ഒഴിവാക്കേണ്ടി വന്നു. Checking in the hands of amateurs too often resulted in criticism. അവിടെ വരുന്ന ആളുകളായിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് വളരെ ഒരു കുറ്റം പറച്ചിലേക്കായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് വിദ്വേഷം ഉണ്ടായി. ഇതൊരു മദ്യാസക്തരിൽ ഉണ്ടാവുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് എന്നാണ് പറയുന്നത്. While most of us believe profoundly in the principles of guidance, it was soon apparent that to receive it accurately, considerable spiritual preparation was necessary. എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു ആഴത്തിലുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, നമുക്കൊരു നിർദ്ദേശം ഉണ്ടാവണം എന്നുള്ളത്. പക്ഷെ അതില് എന്താണെന്ന് വെച്ചാല്, അത് വേണ്ട രീതിയിൽ കിട്ടണമെങ്കിൽ ആവശ്യമായ ആത്മീയ തയ്യാറെടുപ്പ് അത് വളരെ അത്യാവശ്യമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇത് കേൾക്കുന്ന ആൾക്ക് വേണ്ട രീതിയിലുള്ള ആത്മീയമായ ഒരു തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ നിർദ്ദേശങ്ങൾ ശരിയായ രീതിയിൽ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആറാമത്തെ, we found that the principles of tolerance and love had to be much more emphasized in their actual practice than they were in the OG, the Oxford group, especially tolerance. പിന്നീടുള്ള ഒരു കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ principles of tolerance and love, സഹനവും സ്നേഹവും, ഇത് ഊന്നി പറയേണ്ടിയിരിക്കുന്നു. അത് പ്രായോഗികമായിട്ടുള്ള കാര്യത്തിൽ ദാൻ ദേ വർ ഇൻ, അതായത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പറയുന്ന അതിനേക്കാളും കുറച്ചുകൂടെ ഊന്നി പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും സഹനശേഷിയെ കുറിച്ച്. We had to become much more inclusive and never, if possible, exclusive. എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്വഭാവമായിരിക്കണം. പറ്റുവാണെങ്കിൽ ഒന്നും ആരെയും പുറന്തള്ളപ്പെടുത്താതെ ചെയ്യണം. We can never say to anyone or insinuate that he must agree to our formula or be excommunicated. ഒരു നിർബന്ധവും പിടിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. ആരോടും ഞാൻ പറയുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു തത്വത്തിനെ നിങ്ങൾ ശരിവെച്ച് തരണം എന്നുള്ള രീതിയിലുള്ള നിർബന്ധം പിടിക്കണം. അല്ലെങ്കിൽ അവരെ പുറന്തള്ളപ്പെടും എന്നുള്ള രീതിയിൽ ഒരിക്കലും പറയരുത് എന്നാണ്. Atheist may stand up in an AA meeting denying God,
ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവമില്ല എന്ന രീതിയിൽ ഒരു മീറ്റിംഗിൽ പറഞ്ഞേക്കാം. യെറ്റ് റിപ്പോർട്ടിംഗ് ഹൗ ഹി ഹാസ് ബീൻ ഹെൽപ്ഡ് ഇൻ അതർ വേസ്. ആണെങ്കിൽ പോലും ആ പറയുന്ന വ്യക്തിയെ മറ്റു രീതികളിൽ എങ്ങനെയൊക്കെയായിരുന്നു സഹായം കിട്ടിയത് എന്നുള്ളത് പറയുമായിരിക്കും. എക്സ്പീരിയൻസ് ടെൽസ് us he will presently change his mind. He will presently change his mind, but nobody tells him he must do it. അപ്പൊ അനുഭവത്തിൽ നിന്നും മനസ്സിലാകുന്നത് പതിയെ പതിയെ അങ്ങനെ പറയുന്ന ആളുകൾ പിന്നീട് മനംമാറ്റം ഉണ്ടായേക്കാം. അതായത് ഒരുപക്ഷെ ദൈവവിശ്വാസം ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത്. ഒരിക്കലും ആരും ദൈവവിശ്വാസം അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. 7ാമത്തെ പോയിന്റ്, in order to carry the principles of inclusiveness and tolerance still further, we make no religious requirement of anyone. ഒരു ഈ രീതിയിൽ ഉണ്ടാവണം അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഉണ്ടാവണം, ഒരു നിർബന്ധം, ഒരു എന്തെങ്കിലും മതപരമായിട്ടുള്ള ഒരു ആവശ്യകത ആർക്കെങ്കിലും വേണം എന്നുള്ള ഒരു നിർബന്ധവും അത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവരും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. In order to carry the principle of inclusiveness, ആ ഒരു തത്വം പാലിക്കാൻ വേണ്ടി മാത്രമല്ല, സഹനം, മറ്റുള്ളവരെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്വം ഫോളോ ചെയ്യാൻ വേണ്ടി ഒരു നിർബന്ധവും മതപരമായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം എന്തെങ്കിലും ഘടകങ്ങൾ ഇതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. All people having an alcohol problem who wish to get rid of it and make a happy adjustment to the circumstances of their lives become AA members. ആർക്കും മദ്യപാനം ഒരു പ്രശ്നമാണെങ്കിൽ അവർക്ക് അതിൽ നിന്നും മാറി നിൽക്കണമെങ്കിൽ ചില സന്തോഷകരമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ അപ്പോഴുള്ള ജീവിതത്തിലുള്ള സാഹചര്യത്തിൽ ഉള്ളത് കൊണ്ട് അവർക്ക് ചില അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെല്ലാവരും ആൽക്കഹോളിക്സ് അനോണിമസ് മെമ്പേഴ്സ് ആയിത്തീരും ബൈ സിംപ്ലി അസോസിയേറ്റിംഗ് വിത്ത് us. വേറെ ഒരു ഇതുമില്ല, ഒരു നിബന്ധനകളും ഇല്ല. നമ്മുടെ കൂടെ നിന്നു കഴിഞ്ഞാൽ അവർ AA മെമ്പേഴ്സ് ആയിത്തീരും. നത്തിങ് ബട്ട് സിൻസിയറിറ്റി ഈസ് ആസ്ക്ഡ് ഓഫ് എനിവൺ. ഒരു കാര്യവും ഇവിടെ ചോദിക്കുന്നില്ല. പക്ഷെ ഒരൊറ്റ കാര്യം ചോദിക്കുന്നുണ്ട്, സത്യസന്ധത, ആത്മാർത്ഥത. In this atmosphere, the orthodox, the unorthodox, and the unbeliever mix happily and use fully together, and in nearly every case, great spiritual growth ensues. ഈ ഒരു അന്തരീക്ഷത്തില് വളരെ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ ഈ ഒരുപാട് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ഒരുതരം ശാഠ്യം പിടിക്കുന്ന, അതിന് ആഢ്യത്തരം എന്നൊക്കെ പറയുന്നു മലയാളത്തിൽ. അതില്ലാത്ത ആളുകൾ, അതുള്ള ആളുകൾ, അതില്ലാത്ത ആളുകൾ, ആൻഡ് അൺബിലീവർ. ബിലീവർ എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ. ഇവരെല്ലാവരും വളരെ സന്തോഷമായിട്ട് കൂടിച്ചേരും. ആൻഡ് യൂസ്ഫുള്ളി ടുഗദർ. കൂടിച്ചേരുന്നതോടുകൂടി പരസ്പരം സഹായത്തിന് വേണ്ടി ഒന്നിച്ചു ചേരും. ആൻഡ് നിയർലി എവറി കേസ് ഗ്രേറ്റ് സ്പിരിച്വൽ ഗ്രോത്ത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആത്മീയമായിട്ട് ഒരു പുരോഗതി അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഒരു തുടർന്നുള്ള ഒരു നടത്തിപ്പ് അവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. 8ാമത്തെ പോയിന്റ്, were we to make any religious demands upon people, I'm afraid many Catholics would feel they could not be interested. മതപരമായിട്ട് എന്തെങ്കിലും നിബന്ധനകൾ വയ്ക്കുകയാണെങ്കിൽ കാത്തലിക്സ് ഇതിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. As matters now stand, I suppose. Hello. As matters now stand. എന്തെങ്കിലും പറഞ്ഞോ? ആരൊരാൾ മൈക്ക് തുറന്നു കേട്ടാ, പറഞ്ഞോളൂ.
ഓക്കെ. അതെന്താ പറയുക, വായിക്കുന്നിടയിലേ പെട്ടെന്ന് അപ്പൊ എന്താണെന്ന് ചോദിച്ചത്. ആസ് മാറ്റേഴ്സ് നൗ സ്റ്റാൻഡ്, ഐ സപ്പോസ് AA is 25% Catholic, and Catholic members find that our suggestions do not conflict in any way with their own. അപ്പൊ ആ സമയത്തിലുള്ള ഇരിപ്പ് വശങ്ങൾ വെച്ച് നോക്കുമ്പോൾ 25%, അതായത് ഈ പുസ്തകം എഴുതുന്ന തുടക്കത്തിൽ 25% കാത്തോലിക്കൻസ് ആയിരുന്നു, കാത്തോലിക് മെമ്പേഴ്സ് ആയിരുന്നു. അവര് കണ്ടെത്തിയത് എന്താണ്? ഫൈൻഡ് ദാറ്റ് അവർ സജഷൻസ് ഡു നോട്ട് കോൺഫ്ലിക്ട് ഇൻ എനി വേ വിത്ത് ദെയർ ഓൺ വ്യൂസ് ഓർ റൂൾസ് ഓഫ് റിലീജിയസ് കണ്ടക്ട്. അപ്പൊ മതപരമായിട്ടുള്ള അവരുടെ ഒരു തത്വങ്ങൾക്കും എതിരായിരുന്നില്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റേത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അവർ കൂടി യോജിച്ചു പോകാൻ സാധിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. സിൻസ് ദർ ആർ പ്ലെന്റി ഓഫ് ആൽക്കഹോളിക് കാത്തോലിക്സ്, മദ്യാസക്തരായ കാത്തോലിക്സ് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട്, why deprive them of their chance of being dogmatic when experience shows that is entirely unnecessary? അപ്പൊ അത് ഒരു വിരോധാഭാസം പോലെയാണ് ചോദിക്കുന്നത്. കാത്തലിക്സ് ഉണ്ട്, അവർക്ക് അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെ നമ്മൾ എന്തിനാണ് അവരുടെ ഇഷ്ടം പോലെ ഇരുന്നോട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അനുഭവത്തിൽ അത് ആവശ്യമില്ല എന്ന് കണ്ടെത്തിയാൽ പോലും ഇതുപോലുള്ള ആളുകൾക്ക് അവരുടെ ഈ ഡോഗ്മാറ്റിക്, അതായത് ഡോഗ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള ഒരു ഡോഗ്മ എന്നൊക്കെ പറയും, അതിനെ അവർ ചെയ്തോട്ടെ, അത് അനുവദിച്ചു കൊടുക്കുക, അതൊരു ടോളറേറ്റ് ചെയ്യുന്ന പോലെ പറയുകയാണ്. ഫൈനലി, I am often asked why I do not publicly acknowledge my verbal real debt of gratitude to the Oxford Group. ഇത് വളരെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മനസ്സ് തട്ടുന്ന ഒരു സംഭവമാണ്. അതായത് ഇവിടെ പറയുന്നത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനോട് വളരെ നന്ദിയുള്ള ഒരു ഇത് തന്നെ ആയിരുന്നു, പക്ഷെ അത് പറയാനും പറ്റില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥ. അത് എന്തുകൊണ്ടാണെന്ന് പറയണം. ഫൈനലി, ഐ ആം ഓഫൺ ആസ്ക്ഡ് വൈ ഐ ഡോണ്ട് പബ്ലിക്ലി അക്നോളജ്. അപ്പോൾ ആ ഒരു നന്ദി വിശ്വാസം ഉണ്ട്, പക്ഷെ അത് എന്തുകൊണ്ടാണ് പബ്ലിക്കായിട്ട് ജനങ്ങളുടെ ഇടയിൽ അത് എന്തുകൊണ്ടാണ് അത് പറയാത്തത് എന്നുള്ളൊരു ചോദ്യം, അതിനുള്ള മറുപടി. ദ ആൻസർ ഇസ് ദാറ്റ് unfortunately a vast and sometimes unreasoning prejudice exists all over this country against the ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. നിർഭാഗ്യവശാൽ ഒരുപാട് ആളുകൾക്ക് ഒരു മുൻകൂർ ധാരണ അല്ലെങ്കിൽ ഒരു ഈ ഗ്രൂപ്പിനെ കുറിച്ചൊരു ഒരു ധാരണ അല്ലെങ്കിൽ ഒരു പ്രജുഡിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിട്ടുള്ളൊരു ധാരണ ആയിരിക്കാം. അത് ഒരുപാട് ആളുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് പേർ അൺറീസണിങ് പ്രജുഡിസ്, അത് ഒരു കാരണമില്ലാത്ത ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അഭിപ്രായം? ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന് എഗൻസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായമായിരുന്നു. അതുകൊണ്ടാണ് ആൻഡ് ഇറ്റ്സ് സക്സസർ MRA കുറിച്ച് നമ്മൾ നേരത്തെ വായിച്ചു. അദ്ദേഹത്തിന്റെ നേരെയും ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. മൈ ഡയലമ ഈസ് ദാറ്റ് if I make such an acknowledgement, I may establish connection between the Oxford Group and Alcoholics Anonymous, which does not exist at the present time. I had to ask myself which was the more important, that the Oxford Group receive credit and that I have the pleasure of so discharging my debt of gratitude, or that alcoholics everywhere have the best possible chance to stay alive regardless of who gets credit. അപ്പോൾ ഒരു വല്ലാത്തൊരു ഘട്ടത്തിൽ, അതായത് ഒന്നിൽ AA ഗ്രൂപ്പ് ഉണ്ടായേക്കണം, AA ഗ്രൂപ്പ് ഉണ്ടായി അതിലൂടെ ആൽക്കഹോളിക്സ് ഇന്ന് വരെയുള്ള ഈ ആൽക്കഹോളിക്സ് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അല്ലെങ്കിൽ
ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനോട് നന്ദി പ്രകടനം നടത്തി എൻ്റെ ഞാൻ ഒരു കർത്തവ്യം, അതായത് എൻ്റെ ഒരു ഡ്യൂട്ടി ഭംഗിയായി ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിൽ ഞാൻ ആശ്വസിക്കണോ? ഈ രണ്ട് ക്വസ്റ്റ്യൻസ് അദ്ദേഹം ചോദിച്ചു. നാച്ചുറലി തീർച്ചയായിട്ടും നന്ദി പബ്ലിക്കായിട്ട് പ്രകാശിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹം ഫീൽ ചെയ്തുകൊണ്ട് അത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് ഇന്ന് ലോകത്തുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. Bill had friends in the Oxford group who understood his view of the situation. അപ്പോ ബില്ലിന്റെ സുഹൃത്തുക്കൾക്ക്, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കൾക്ക് തന്നെ ഈ ഒരു വളരെ നിർണായകമായിട്ടുള്ള ഈ ഒരു അവസ്ഥയെ കുറിച്ച് മനസ്സിലായി. One of them was John Ryder in New York, advertising executive, who knew Bill in the days of കാൽവറി മിഷൻ. തുടക്കകാലത്തുള്ള കാൽവറി മിഷനിലുള്ള അപ്പോൾ തന്നെ ഈ ജോൺ റൈഡർക്ക് ബില്ലിനെ നന്നായി അറിയുമായിരുന്നു. അദ്ദേഹം ഒരു അഡ്വർടൈസിങ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. അതായത് ഈ ബില്ലിന്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലുള്ള ഒരുപാട് സ്നേഹിതന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. റൈഡർ മേഡ് ദീസ് കമന്റ്സ് അബൌട്ട് ബിൽസ് സെപ്പറേഷൻ ഫ്രം ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. റൈഡർ ഈ കമന്റുകളാണ് പറഞ്ഞത്, ഈ മാറി നിന്നതിന്റെ കാരണങ്ങൾ. I was or felt quite close to Bill Wilson in the early days before AA started. Herb Wallace, a close teammate of mine, spent much time with Bill. Caused him to take a public speaking course at the Downtown Athletic Club. അപ്പൊ ഒരു അനുഭവത്തെ കുറിച്ച് പറയാണ്. ഹെർബ് വാലസ് എന്ന് പറഞ്ഞ ഒരാള്, ഇദ്ദേഹം ബില്ലുമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഹെർബ് വാലസ് എ ക്ലോസ് ടീംമേറ്റ് ഓഫ് മൈൻഡ്, ഇദ്ദേഹത്തിന്റെ ഒരു ടീംമേറ്റ് ആയിരുന്നു. അദ്ദേഹം ബില്ലിന്റെ കൂടെ സ്പെൻഡ് മച്ച് ടൈം വിത്ത് ബില്ലിന്റെ കൂടെ കുറെ സമയം ചെലവഴിച്ച ഒരാളാണ്. അങ്ങനെയുള്ള സമയത്ത് ഒരു പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് ഡൗൺ ടൗണില് അത്ലറ്റിക് ക്ലബിൽ ചേർന്നു. ബട്ട് ഐ തിങ്ക് ദ ഗ്രൂപ്പ് പ്രോപ്പർ ഡിസോൺഡ് ബിൽ വെൻ ഹി പ്രൊസീഡഡ് ഓൺ ഹിസ് ഗൈഡൻസ് ടു ക്രിയേറ്റ് എ സ്പെഷ്യൽ ഗ്രൂപ്പ് ഫോർ AA. അങ്ങനെ ആണെങ്കിലും പോലും അവര് ബില്ലിനെ ഓൺ ചെയ്തില്ല. When he proceeded on his guidance to create a special group for AA. Alcoholics Anonymous വേണ്ടി ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് തുടങ്ങാൻ അവർ വിസമ്മതിച്ചു. At that time, if you were associated with the group, your guidance seemed to be of questionable worth unless okayed by Sam Shoemaker or Frankie Bushman or one of their accredited representatives. അപ്പൊ ഈ ഷോമേക്കറോ ഫ്രാങ്കി ബുഷ്മാനോ ഓക്കെ ചെയ്യാതെ ഈ ഗ്രൂപ്പ് തുടങ്ങുന്നതിനെ കുറിച്ച് അതൊരു ചോദ്യചിഹ്നമാണ് എന്ന് പറയുന്നുണ്ട്. I recall one dear fellow sadly shaking his head as he said, Bill will never have any luck with that venture of his. I asked why, and he replied, because he doesn't give all the credit to the group. Bill, by that time, had quite a few healings to his credit, and I know how hard he had tried to work with the group and how his efforts had been received. Bill Wilson has never failed to give the group or the members of it who helped him much credit. In fact, he has gone out of his way in expressions of acknowledgement and gratitude. ഇത് മുഴുവൻ ബില്ലിനെ കുറിച്ച് പറയാണ്. ബില്ല് ഒരിക്കലും
ആ ഗ്രൂപ്പിന് വേണ്ട ക്രെഡിറ്റ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന് വേണ്ട പ്രോത്സാഹനം അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന് വേണ്ട അവർക്ക് കിട്ടേണ്ട പ്രശംസ ഒരിക്കലും നിന്ദിച്ചിരുന്നില്ല. അത് എല്ലായ്പ്പോഴും കൊടുത്തുകൊണ്ടിരുന്നു ആ ഗ്രൂപ്പിന് വേണ്ട. പിന്നെ മാത്രമല്ല ആ മെമ്പേഴ്സിനും, സഹായിച്ച മെമ്പേഴ്സിനും. ഇൻഫാക്ട് അതിനുവേണ്ടി അദ്ദേഹം വഴിവിട്ട് വരെ പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. He of course couldn't say what my friend wished him to say. I owe it all to the Oxford group. He would have been a liar if he had. A man might as well say, I owe it all to my primary school teacher. ഒരു വിദ്യാർത്ഥി പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് പോലെ എൻ്റെ പ്രൈമറി സ്കൂൾ ടീച്ചറിന് ഞാൻ എന്നും കടപ്പെട്ടവനാണെന്ന് പറയുന്ന രീതിയിൽ he of course couldn't say what my friend wished him to say. അദ്ദേഹം ഈ ചോദിച്ച ആളുടെ ആഗ്രഹമായിരുന്നു ബില്ല് ഇങ്ങനെ പറയണമെന്ന്. ഐ ഓവ് ഇറ്റ് ഓൾ ടു ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. അത് ശരിയാണെങ്കിൽ പോലും അദ്ദേഹം പറയാത്തൊരവസ്ഥയിലാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. He would have been a liar if he had. അത് പറയാതിരുന്നില്ലെങ്കിൽ അത് നുണ പറച്ചിലായിരിക്കും. A man might as well say, I owe it all to my primary. അതിന്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. I owe it all to my primary school teacher. The Oxford group disapproved of the alcoholics' concentration on their problem to the exclusion of other group concerns. അപ്പൊ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു സ്വഭാവമായിരുന്നു അവര് ഇതിനെ അപ്രൂവ് ചെയ്തില്ല. ആൽക്കഹോളിക്സ് കോൺസെൻട്രേഷനെ അപ്രൂവ് ചെയ്തില്ല. ഓൺ ദെയർ പ്രോബ്ലം ടു ദ എക്സ്ക്ലൂഷൻ ഓഫ് അതർ ഗ്രൂപ്പ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ പുറന്തള്ളപ്പെടും എന്നുള്ള അത് കാരണം കൊണ്ട്, ആ ഒരു കൺസേൺ കൊണ്ട് ലൂയി ഈവൻ സെഡ് ദാറ്റ് ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് കൈൻഡ് ഓഫ് kicked us out. ലൂയി അതുവരെ, അതായത് ഞങ്ങളെ പുറത്താക്കി എന്ന് വരെ പറഞ്ഞതായി പറയുന്നുണ്ട്. That she and Bill were not considered maximum by the groupers. Maximum was used by the Oxford group to define the expected degree of commitment of group objectives. മാക്സിമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവരുടെ ഒരു റൂള് പോലുള്ള ഒരു സംഗതിയുണ്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലുള്ള. അവർക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്ന ഒരു കമ്മിറ്റ്മെന്റ്, ആ ഗ്രൂപ്പിന്റെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മിറ്റ്മെന്റ് വേണ്ടിയിട്ട് അവരെ മാക്സിമം, അതുപോലെ ആ ഒരു മാക്സിമം ഗ്രൂപ്പില് ബില്ലിന്റെ ഭാര്യയും അവര് പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെ പുറന്തള്ളപ്പെട്ടു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. While Bill was always generous in recognizing AA's debt to the Oxford group, he would always tie the Oxford group connection to Dr. Shoemaker. അപ്പോ അത് ബില്ലിന്റെ ഒരു കാര്യമായിരുന്നു. അതായത് അദ്ദേഹത്തിന് എപ്പോഴും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനോട് മാനസികമായിട്ടൊരു നന്ദി ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അത് തിരിച്ചറിയുന്നത് കൊണ്ട്, ജനറസ് ഇൻ റെക്കഗ്നൈസിങ്, അദ്ദേഹം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനോട് കടപ്പെട്ടവനാണ് എന്നുള്ള കാര്യത്തിൽ തിരിച്ചറിവുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പറയുന്നത് അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഡോക്ടർ ഷോമേക്കറുമായിട്ടുള്ള ഒരു കണക്ഷനെയാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു എന്ന് പറയാം. A few business opportunities began to come Bill's way, and they were welcome. The Wilsons were still relying on what Louis earned. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് ബിസിനസ് സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പൊ അത് ആ സമയത്ത് വളരെ നല്ലതായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാല് അതുവരെ ഭാര്യ ലൂയിയുടെ സമ്പാദ്യത്തിലായിരുന്നു ആ ഫാമിലി ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. Early in February 1936, he received an assignment to investigate a company in Harrisburg, Pennsylvania. ഇദ്ദേഹത്തിന്റെ പഴയ ഒരു ജോലിയുടെ ഭാഗം ആയിട്ട് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു ചാൻസ് കിട്ടി 1936. He also had a short-term job soliciting proxies
and a few other assignments materialized. വേറെ ചില ജോലികൾ, ഇടക്കാല ജോലികൾ, താൽക്കാലികമായിട്ടുള്ള ജോലികൾ, പിന്നെ വേറെ ചില അസൈൻമെന്റ്സുകൾ അതെല്ലാം നടപ്പിലായി. Most of Bill's stock market investigations then were for Clayton Cow of the firm of Cow and Foley. ഒരു കമ്പനിയുടെ പേരാണ്. അതിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടുതൽ ജോലിയിൽ അദ്ദേഹം ചെയ്തിരുന്നത്. Not actually on its payroll. Bill was paid separately for each assignment. കോൺട്രാക്ട് പോലെ ആയിരുന്നു അതിൽ ചെയ്യുന്ന പ്രവർത്തിക്ക് അദ്ദേഹം പൈസ വാങ്ങിച്ചിരുന്നത്. Often receiving a share in the profits. അപ്പൊ ശമ്പളമായിരുന്നില്ല, ഈ ചെയ്യുന്ന ജോലിക്ക് ലാഭത്തിൽ നിന്നൊരു വിഹിതം ബില്ലിന് കിട്ടിയിരുന്നു. That resulted from his investigation. അദ്ദേഹം ചെയ്യുന്ന ജോലി, ഇൻവെസ്റ്റിഗേഷൻ, അതായത് അദ്ദേഹമാണ് കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അന്വേഷിച്ച് കണ്ടുപിടിക്കുക, എങ്ങനെ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് അനുകൂലമായിരിക്കും എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അതിൽ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതമായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. At one time, the firm almost got him placed on the board of the Fisk Tire Company in Boston. ഒരു സമയത്ത് അദ്ദേഹത്തിന് ബോർഡ് എന്ന് വെച്ചാൽ വളരെ ഉന്നത സ്ഥാനത്ത് അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തു. ഫിസ്ക് ടയർ കമ്പനി ഇൻ ബോസ്റ്റൺ, ഒരു കമ്പനിയാണ് അവിടെ ബോസ്റ്റൺ എന്ന സ്ഥലത്ത്. ഹി വാസ് മെയ്ഡ് എ ഡയറക്ടർ ഓഫ് ദി പിയേഴ്സ് ഗവർണർ കമ്പനി, എ മാനുഫാക്ചർ ഓഫ് ഓട്ടോമോട്ടീവ് പാർട്സ് അറ്റ് ആൻഡേഴ്സൺ, ഇൻഡിയാന. അദ്ദേഹത്തെ ഒരു ഡയറക്ടറാക്കി ആ കമ്പനിയിൽ. ഒരു ഓട്ടോമൊബൈൽ കമ്പനി ആയിരുന്നു അത്. He also had some assignments from his old friend Frank Shaw. ഫ്രാങ്ക് ഷോനെ കുറിച്ച് ഇതിനകത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും ഇദ്ദേഹത്തിന് അസൈൻമെന്റ്സ്, ജോലികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. The man who had given him his first break on Wall Street. വീഴ്ചയ്ക്ക് ശേഷം വാൾ സ്ട്രീറ്റിൽ അദ്ദേഹം ബില്ലിനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ആളാണ്. The man who had given him his first break on Wall Street. Although Bill and Shaw parted official company in 1929, they remained lifelong friends. അവര് ജീവിതകാലം മുഴുവൻ സ്നേഹിതരായി തുടർന്നു. പക്ഷെ ആ ബിസിനസ് കാര്യങ്ങളിൽ അവർക്കൊരു വേർപാടുണ്ടായി എന്നാണ് പറയുന്നത്. പിന്നെ 1960 letter to L.C. Shaw, Frank's wife, Bill wrote. ബില്ല് പിന്നീട് എഴുതിയ ഒരു കത്ത് പറയുന്നുണ്ട്, ഈ ഫ്രാങ്കിന്റെ വൈഫിന് എഴുതിയതിന്റെ കത്ത്. It is both amazing and comforting that this experience of mine with Frank in Wall Street has had a great deal to do with the present success of AA. Alcoholics Anonymous ഇന്ന് വിജയപ്രദമായി ആയതിന്റെ കാരണം ഈ ഫ്രാങ്കിന്റെ കൂടെ എനിക്കുണ്ടായ ഒരു പരിചയത്തിന്റെ പേരിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് വളരെ അത്ഭുതകരവും വളരെ സാന്ത്വനിപ്പിക്കുന്ന ഒരു കാര്യവുമാണെന്നാണ് പറയുന്നത്. It was the training I then received in large affairs and in the constant effort to foresee and to evaluate the future that has since counted for so much. Without such an invaluable experience, I would have made a great many grievous errors. By no stretch of imagination would I have integrated the business and policy side of our Alcoholics Anonymous affairs with its spiritual objective. അപ്പൊ ആ ഒരു അനുഭവം, ഈ ഫ്രാങ്കുമായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നും ബില്ലിന് കിട്ടിയ കാര്യത്തെ, ഒരു ട്രെയിനിങ്, ഒരു പരിശീലനം കിട്ടിയ കാര്യത്തെയാണ് ഈ കത്തിൽ വിശേഷിപ്പിക്കുന്നത്. ആ കിട്ടിയത് ആൽക്കഹോളിക്സ് അനോണിമസിലെ ഈ രീതിയിൽ രൂപാന്തരപ്പെടുത്താൻ വളരെ സഹായിച്ചു എന്നുള്ള കാര്യമാണ് ഈ കത്തിലൂടെ അറിയിക്കുന്നത്. The investigatory work Bill did in 1936-37 was his last serious effort to re-establish himself in the securities field. Although in the next few years
he did try several other business ventures. 1936-37 അദ്ദേഹത്തിന്റെ സ്ഥിരമായി ചെയ്യുന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഈ ഷെയർസിന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു പറയുക എന്നുള്ളത് തന്നെയാണ്. അത് വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാൻ നോക്കി. പക്ഷെ ബാക്കിയുള്ള വേറെ പല ബിസിനസ് കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടാൻ സാഹചര്യം ഉണ്ടായി. In September 1936, Louis' father, who owned the Clinton Street house, died. ഇദ്ദേഹത്തിന്റെ ഫാദർ ഇൻ ലോ, അതായത് ലൂയിന്റെ അച്ഛൻ മരണപ്പെട്ടു 1936. അദ്ദേഹം who owned the Clinton Street house, ആ ക്ലിന്റൺ സ്ട്രീറ്റിലുള്ള വീട് അദ്ദേഹത്തിന്റെ ആയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. The house was taken over by the mortgage company. ആ വീട് മോർഗേജിലായിരുന്നു. ആ വീട് പണയപ്പെടുത്തിയിട്ടുണ്ടാവണം. അത് അവരെടുത്തുകൊണ്ട് പോയി. Which permitted the Wilsons to stay on there for a small rental. ആണെങ്കിലും അവർക്ക് അവിടെ താമസിക്കാനായിട്ട് കമ്പനി അനുവാദം കൊടുത്തിരുന്നു, ഒരു ചെറിയൊരു വാടക. It was their acute poverty. Bill had persuaded Louis to quit her job at the Losers in March. It was their acute poverty. Bill had persuaded Louis to quit her job. So ലൂയിക്കുള്ള ജോലി ബില്ല് വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞു, നിർബന്ധിച്ച്. That almost caused Bill to accept employment as a paid alcoholism therapist. അപ്പൊ അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മദ്യാസക്തിക്ക് ചികിത്സിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം ഒരു ജോലി സ്വീകരിച്ചു. The offer came from Charlie Towns, owner of the hospital where Bill had recovered. അദ്ദേഹം കിടന്നിരുന്ന ആസ്പത്രിയിൽ തന്നെയാണ് ഈ ജോലി ഒരു ഓഫർ കിട്ടിയത്, ചാർലി ടൗൺസ്. And had also found several of his most promising prospects. അവിടുന്നായിരുന്നു അദ്ദേഹം ഒരുപാട് മദ്യാസക്തരെ കണ്ടെത്താനുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അവിടെ തന്നെ ഈ ഓഫർ പൈസയ്ക്ക് വേണ്ടി അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. One day, while Bill was at Towns, Charlie called him into his office. ഈ ആസ്പത്രിയിൽ ജോലി ചെയ്യവേ ഒരു ദിവസം ചാർലി അദ്ദേഹത്തെ ഓഫീസിലേക്ക് വിളിക്കുന്നു. Showing Bill statements that disclosed how much the hospital had made in earlier years. It hadn't done as well in more recent times. ഹോസ്പിറ്റലിലേക്ക് കിട്ടിയ പൈസയുടെ വരവിനെ കുറിച്ച് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അത് it hadn't done as well in more recent times. അടുത്ത കാലത്തൊന്നും അത്ര നല്ല രീതിയിൽ ചെയ്തിരുന്നില്ല. Charlie proposed that Bill open an office at the hospital and work as a lay therapist with a drawing account and a share in profits. അപ്പൊ ഇതൊരു നല്ല രീതിയിൽ പോകുന്നത് പോലെ ചാർലിക്ക് തോന്നിയത് കൊണ്ട് അവിടെ ഒരു ഓഫീസ് തുറക്കാനായിട്ട് ബില്ലിനെ പ്രേരിപ്പിച്ചു. എന്നിട്ട് ഈ കിട്ടുന്ന ലാഭത്തിൽ ഒരു വിഹിതം എടുക്കാനായിട്ട് പറഞ്ഞു. Bill was bowled over. The offer not only made sense, it prepared to be perfectly ethical. അപ്പൊ അത് വളരെ ആകർഷണീയമായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ബൗൾഡ് ഓവർ എന്നുള്ള അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്. The offer not only made sense, ആ ഒരു ഓഫർ, ആ ഒരു ഈ അവസരം നല്ല സെൻസ് ഉള്ളതായിരുന്നു. മാത്രമല്ല അത് വളരെ എത്തിക്കൽ, അതായത് അതിൽ തെറ്റൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ടും എത്തിക്കൽ ആണ്. അത് ന്യായീകരിക്കപ്പെടുന്ന ഒരു സംഭവം തന്നെയാണെന്നാണ് തോന്നുന്നത്. There was even a precedent for the use of lay therapists in the treatments of alcoholism. The best known such person had been Richard Peabody,
author of The Common Sense of Drinking. Peabody, a recovered alcoholic himself, had recently died after a short but successful career as an independent lay therapist, helping alcoholics on a fee basis. പൈസ വാങ്ങി ചികിത്സിക്കുന്ന ഒരാളായിരുന്നു പീബോഡി. അദ്ദേഹവുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ദർ വാസ് ഈവൻ എ പ്രസിഡന്റ് ഫോർ ദ യൂസ് ഓഫ് ലേ തെറാപ്പിസ്റ്റ്. ഇദ്ദേഹം ഇത് ചെയ്തിരുന്നത് കൊണ്ട് അതിനൊരു മുൻവിധി പോലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ദ കോമൺ സെൻസ് ഓഫ് ഡ്രിങ്കിങ്. എന്ന് പറയുന്ന ഒരു പുസ്തകം പീബോഡിയുടെ. അദ്ദേഹം ഒരു മദ്യാസക്തനാണ്, മോചിതനായ മദ്യാസക്തനാണ്. അദ്ദേഹം മരണപ്പെട്ടിരുന്നു അടുത്ത കാലത്ത്. അപ്പൊ മൂപ്പരാണ് ഈ പ്രസിഡന്റ്, ഈ പീബോഡി. ആഫ്റ്റർ എ ഷോർട്ട് ബട്ട് സക്സസ്ഫുൾ കരിയർ, വളരെ ചുരുങ്ങിയ സമയമായിരുന്നു, പക്ഷെ നല്ല വിജയകരമായ ഒരു കരിയർ. എന്തായിട്ട് ഇൻഡിപെൻഡന്റ് ലേ തെറാപ്പിസ്റ്റ്, ഇതേപോലെ പൈസ വാങ്ങിച്ച് ചികിത്സിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം വിജയകരമായി വളരെ ചുരുങ്ങിയ സമയത്ത് പ്രവേശിച്ചിരുന്നു. അപ്പൊ ചുരുങ്ങിയ സമയത്ത് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ബിൽ തോട്ട് ദ ഓഫർ വെരിഫൈഡ് ബൈ ഹെവൻലി ഗൈഡൻസ്. അപ്പൊ ഇങ്ങനെയുള്ള ബില്ലിനുള്ള ഒരു ഓഫറിനെ അദ്ദേഹം ഒരു ദൈവികമായിട്ട് കണ്ടു, ഒരു ദൈവികമായിട്ടുള്ള നിർദ്ദേശമായിട്ട് കണ്ടു. As he rode the subway home, the biblical quote, "The laborer is worthy of his hire," came to him. ബൈബിളിലുള്ള ഇതുമായിട്ട് സംയോജിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു കോട്ട്, അതായത് പണിയെടുക്കുന്നവന് ലേബറർ ഈസ് വർത്തി ഓഫ് ഹിസ് ഹയർ, പണിയെടുക്കുന്നവന് അതിനുള്ള ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളത്. ഈസ് വർത്തി ഓഫ് ഹിസ് ഹയർ, അദ്ദേഹത്തെ എന്തിനാണ് ഏൽപ്പിച്ചിരിക്കുന്നു അതിന്റെ വാല്യൂ ഉണ്ട് എന്നുള്ളത് അത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. ബൈ ദ ടൈം ഹി അറൈവ്ഡ് ഹോം ഹി വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് ഡിവൈൻ ഡെസ്റ്റിനി ടു ബിക്കം എ പെയ്ഡ് തെറാപ്പിസ്റ്റ്. ആകെ മൊത്തം പൈസ വാങ്ങിച്ച് ചികിത്സിക്കാൻ ഉള്ള ഒരു ഉറപ്പ് ബില്ലിന്റെ മനസ്സിലുണ്ടായി എന്നാണ് പറയുന്നത്. ഹി വാസ് ഇൻ ഫോർ എ ബിഗ് ഡിസപ്പോയിന്റ്മെന്റ്. പക്ഷേ അവിടെ വളരെ ഒരു ഡിസപ്പോയിന്റ്മെന്റ്, നിരാശയിലൊക്കെയാണ് അദ്ദേഹം പോയത്. ലൂയി ഫെയിൽഡ് ടു ഷെയർ ഹിസ് enthusiasm. അതിന്റെ ഒരു കാരണം ഭാര്യയ്ക്ക് അത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. He was even more surprised by the response of the recovered alcoholics and their wives after they gathered for Tuesday evening meeting. ഇവരുടെ മീറ്റിങ്ങുകളിൽ വന്ന മറ്റ് മദ്യാസക്തർ അവരുടെ ഭാര്യമാരുടെയും ഇതിന്റെ പ്രതികരണം ബില്ലിനെ വളരെ അതിശയപ്പെടുത്തി. Although Bill's life in alcoholics were having considerable trouble, although Bill's life in alcoholics were having considerable trouble, a number of recovered alcoholics were now in the area. പല ആളുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ മോചനത്തിന്റെ പാതയിലേക്ക് വന്നു വരുന്ന പല ആളുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് കുടിക്കാതിരുന്നു എന്ന് ഈ സമയത്ത് തന്നെ പറഞ്ഞു. The group listened with impassive faces while Bill told them of Town's offer. അപ്പൊ ഈ പൈസ വാങ്ങിച്ച് ചികിത്സിക്കാൻ ഉള്ള ഒരു തീരുമാനത്തെ അദ്ദേഹം പറഞ്ഞപ്പോ ആ ഗ്രൂപ്പ് അത്ര ഒരു അല്ലാത്ത ഒരു മുഖം വെച്ചുകൊണ്ട് തന്നെയാണ് അവരത് ശ്രദ്ധിച്ച്. Then one member volunteered, "We know how hard up you are, Bill. It bothers us a lot."
we know how hard up you are. It bothers us a lot. We have often wondered what we might do about it. We have often wondered what we might do about it. But I think I speak for everyone here when I say that what you now propose bothers us. ഇവരുടെ താല്പര്യക്കുറവിനെ അദ്ദേഹത്തിനോട് പറഞ്ഞു. അതാണ് ബില്ലിനോട് ഈ പൈസ വാങ്ങിച്ച് ചികിത്സിക്കുന്നതിന്റെ കാര്യത്തിലുള്ള താല്പര്യക്കുറവിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ആകാംക്ഷയെ കുറിച്ച് ബില്ലിനോട് പറഞ്ഞു. ഡോണ്ട് യു റിയലൈസ് ദാറ്റ് യു ക്യാൻ നെവർ ബിക്കം എ പ്രൊഫഷണൽ? ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ നിനക്ക് തിരിച്ചറിഞ്ഞുകൂടെ നിനക്ക് ഒരിക്കലും ഒരു ഒരു പ്രൊഫഷണൽ ആവാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിനക്ക് ചിന്തിച്ചുകൂടെ? ആസ് generous as Charlie has been to us, don't you see that we can't tie this thing up with this hospital or any other? അപ്പൊ ഈ ഹോസ്പിറ്റലിൽ നമുക്ക് തന്നതുപോലെ അദ്ദേഹം വളരെ ദയാലുവായിരുന്നു. അദ്ദേഹം ചെയ്തതുപോലെ നമുക്കിത് മറ്റുള്ളതുമായിട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൂടെ? ദിസ് ഈസ് എ മാറ്റർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. ഇതൊരു ജീവിതം മരണ പോരാട്ടമാണ് എന്ന് പറയുന്നു. വിൽ ആൻഡ് നത്തിങ് ബട്ട് ദ വെരി ബെസ്റ്റ് വിൽ ഡു. അങ്ങനെയാണെങ്കിൽ ഇതൊരു ജീവിത മരണ ഒരു വിഷയമാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ മാത്രമേ ഇത് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. Haven't you often said right here in this meeting that sometimes the good is the enemy of the best? ബില്ല് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അവര് ഓർമ്മിപ്പിക്കുകയാണ്. The good is the enemy of best. നല്ലത് ഏറ്റവും നല്ലതിന്റെ എതിരാണ് എന്നുള്ളത്. Well, this is a plain case of it. Well, അപ്പൊ അതിന്റെ ഒരു ശരിയായ ഉദാഹരണമാണ് ഇത് എന്ന് പറയുന്നത്. ബിൽ, യു കാൻ ഡു ദിസ് ടു അസ്, ഹി ആഡഡ്. വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇത് ചെയ്യരുത്. ഒരു പൈസ വാങ്ങി ചികിത്സിക്കുന്ന ആളാവരുത് എന്ന് പറയാം. ഡോണ്ട് യു സീ ദാറ്റ് ഫോർ യു, അവർ ലീഡർ, to take money for passing on our magnificent message, while the rest of us try to do the same thing without pay. ബില്ലിൽ മാത്രം പൈസ വാങ്ങിക്കുക, മറ്റുള്ളവരാരും പൈസ വാങ്ങിക്കാതെ ഈ സന്ദേശം കൈമാറുന്നതിൽ നിങ്ങൾ ഒരിക്കലും ഇത് ഞങ്ങളോട് ചെയ്യരുത് എന്ന് ബില്ലിനോട് അവര് പറയാണ്. ഞങ്ങളെല്ലാവരും, നിങ്ങളെ ഒഴിച്ച് എല്ലാവരും പൈസ വാങ്ങാതെ ഈ മെസ്സേജ് മറ്റുള്ളവർക്ക് കൈമാറുന്നുണ്ട്. would soon discourage us all. അത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കൊക്കെ വളരെ ഒരു ഡിസ്കറേജ്, ഞങ്ങൾക്കൊക്കെ ഒരു വളരെ മാനസികമായിട്ടുള്ള തളർച്ച ഉണ്ടാവും എന്നാണ് പറയുന്നത്. Why should we do for nothing? Why should we do for nothing what you had be getting paid for? ഞങ്ങൾ മാത്രം എന്തുകൊണ്ട് ഒരു ലാഭവും കിട്ടാതെ ഈ കാര്യം ചെയ്യണം? അതായത് നിങ്ങൾ പൈസ വാങ്ങിച്ച് ചെയ്യുന്ന കാര്യം ഞങ്ങൾ എന്തുകൊണ്ട് പൈസ വാങ്ങിക്കാതെ ചെയ്യണം? We had all be drunk in no time. ഒരുപക്ഷെ എല്ലാവരും വീണ്ടും മദ്യപിച്ചേക്കാം എന്നാണ് പറയുന്നത്. Bill did understand almost immediately that this work could be done for love only, never for money. ആ സമയത്താണ് ബില്ല് ഉടനെ തന്നെ മനസ്സിലാക്കുന്നു ഈ പണി, അതായത് ഈ ആൽക്കഹോളിക്സിന് മെസ്സേജ് കൊടുക്കുന്ന ഈ ജോലി ഒരിക്കലും പൈസ വാങ്ങിച്ച് ചെയ്യുന്നത് ശരിയല്ല, സ്നേഹത്തിന്റെ ഭാഷയിൽ ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ ഡിക്ലൈൻഡ് ചാർലീസ് ഓഫർ, ഉടനെ തന്നെ ആ ചാർലിയുടെ ജോലിയുടെ ഓഫർ അദ്ദേഹം നിരസിച്ചു.
When Bill described the incident later, he portrayed himself as the impulsive, self-seeking opportunist who might have wrecked the fledgling movement had it not been for the wise and timely advice of others. ബില്ലിന്റെ ഒരു തിരിച്ചറിവിനെ കുറിച്ച് പറയാണ്. ഇത് ഈ ഒരു സമയത്ത് ഈ ഒരു നിർദ്ദേശം മറ്റുള്ളവരിൽ നിന്നും ലഭിച്ച നിർദ്ദേശത്തെ സ്വീകരിച്ച് ഈ പൈസ കിട്ടുന്ന ഈ ഒരു അവസരത്തെ നിരസിച്ചില്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റ്, ഈ ഒരു വളരെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു മൂവ്മെന്റ് തന്നെ ഇല്ലാതായി പോയേനെ എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയാണ്. അത് ആ സമയത്ത് മറ്റുള്ളവരുടെ വളരെ അനുയോജിതമായിട്ടുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഉപദേശം തന്നെയാണ് ഇദ്ദേഹത്തെ മാറ്റിമറിച്ചത് എന്നും ബില്ല് സമ്മതിക്കുന്നു. ബോത്ത് ബിൽ ആൻഡ് ലൂയി റിമെമ്പേർഡ് ദി ഇൻസിഡന്റ് ആസ് എൻ ഏർലി എക്സാമ്പിൾ ഓഫ് ദ ഗ്രൂപ്പ് കോൺഷ്യൻസ് ഇൻ ആക്ഷൻ. അങ്ങനെയാണ് ഈ നമ്മൾ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ മനസാക്ഷി എന്നുള്ള വിഷയത്തെ കുറിച്ച് അവർ മനസ്സിലാക്കിയത്, ബില്ലിന്റെ വൈഫും. ബിൽ മേ ഹാവ് ബീൻ ഇമ്പൾസീവ് ആൻഡ് സെൽഫ് സീക്കിംഗ്. അപ്പൊ അദ്ദേഹം പെട്ടെന്നുള്ള ഒരു സെൽഫ് സീക്കിംഗ്, അതായത് ഒരു സ്വാർത്ഥത കൊണ്ട് ആയിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. അറ്റ്ലീസ്റ്റ് he often publicly deplored these traits in himself. But he also had a remarkable ability to accept criticism. അപ്പൊ അദ്ദേഹം ഈ ബില്ലിന്റെ ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് he often publicly deplored these traits in himself. ഇതുപോലുള്ള സ്വാർത്ഥത ഒരുപാട് അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നതെങ്കിലും he also had a remarkable ability. അദ്ദേഹം മറ്റുള്ളവർ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരാളായിരുന്നു. ഫർദർ he was learning to listen and to accept advice. കൂടാതെ അദ്ദേഹം ശ്രദ്ധിക്കാൻ പഠിക്കുകയും പിന്നെ എങ്ങനെ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകാര്യമാക്കുക എന്നുള്ളതും പഠിക്കുകയായിരുന്നു. Some of the advice was in fact his own teaching coming back to him. ചില ഇതുപോലുള്ള ഉപദേശങ്ങളൊക്കെ അദ്ദേഹം തന്നെ ഉപദേശിച്ച കാര്യം അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. There were disappointments in that year. There was Abbey's slip. In 1936, Abbey had returned to Albany and had found himself a job with the Ford Motor Company in a small town nearby. ഒരുപാട് നിരാശകൾ നിറഞ്ഞൊരു കൊല്ലമായിരുന്നു എബി. എനിക്ക് തോന്നുന്നു എബി താച്ചറിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം സ്ലിപ്പായി 1936 അദ്ദേഹം ആൽബനിക്ക് തിരിച്ചുപോയി, അവിടെ ഒരു ജോലി കണ്ടെത്തി. I stayed with this Ford company until the last part of April 1937. Went on a trip to New York and I fell off the wagon. Abbey recalled. അദ്ദേഹത്തിന്റെ സ്ലിപ്പിനെ കുറിച്ച് പറയണം. That was after 2 years and approximately 7 months of sobriety and work with the Oxford group. 2 കൊല്ലത്തിന് ശേഷം 2 കൊല്ലം 7 മാസത്തിന് ശേഷം സുബോധാവസ്ഥയിൽ ഉണ്ടായ ശേഷമാണ്, പിന്നെ മാത്രമല്ല ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന് വേണ്ടി ഉണ്ടായിരുന്ന വർക്കിലും ഇതെല്ലാത്തിന് ശേഷമാണ്. I returned to Albany and the old merry-go-round started and I was drinking heavily and continuously for a long time. അപ്പൊ അവിടെ ആൽബനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചു പോയതോടുകൂടി അദ്ദേഹം വീണ്ടും മദ്യപാനത്തിലേക്ക് വഴുതി വീഴുന്നുണ്ടായിരുന്നു. A second disappointment was that in the new economic troubles that hit the country in the fall of 1937, Bill's work for Quao and Foley collapsed. ഓരോ പ്രശ്നങ്ങൾ. രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ കമ്പനി ബില്ല് ജോലി ചെയ്ത ക്വാ ആൻഡ് ഫോളി, അത് വളരെ മോശമായി, തകർച്ചയിലായി. This was a serious matter. Louis was trying to earn a living as an independent interior decorator, but freelance decorating assignments were scarce. അപ്പോ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പൈസക്ക് വേണ്ടി ലൂയി ഇന്റീരിയർ ഡെക്കറേറ്റർ ആയിട്ടൊരു ഫ്രീലാൻസ്, അതായത് അവരുടേതായിട്ടുള്ള സ്വന്തം
ഒരു അസൈൻമെന്റിലായിരുന്നു. പക്ഷെ ആ ഒരു ട്രേഡിന് അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് അത്ര വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. Later in 1937, Bill made a trip to Detroit and Cleveland looking for work. 1937 ബില്ല് ഡെട്രോയിറ്റ് എന്ന സ്ഥലത്തേക്കും ക്ലീവ്ലാൻഡിലേക്കും ജോലി അന്വേഷിച്ചു പോയി. He didn't find a job, but he did visit Dr. Bob and Annie in Akron. ആ സമയത്താണ് വീണ്ടും ബോബിന്റെ വൈഫിനെയും ആക്രോണിൽ ബില്ല് കാണുന്നത്. ജോലി കിട്ടിയില്ല, ജോലിയൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. It was on this visit that the two men conducted a formal review of their work of the past 2 days. ആ സമയത്താണ് അവര് ഒരു കാര്യമായിട്ടുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു തിരിഞ്ഞുനോട്ടം അവർ ചെയ്ത ജോലിയുടെ ഒരു റിവ്യൂ നടത്തി. What they came to realize as a result of that review was astounding. Bill may have been stretching things when he declared that at least 20 cases had been sober a couple of years, but by counting everybody who seemed to have found sobriety in New York and Akron, they concluded that more than 40 alcoholics were staying dry as a result of the program. അപ്പൊ അപ്പോഴാണ് ഈ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നത്. When they came to realize as a result of that review was astounding. അങ്ങനെ ആ റിവ്യൂ ചെയ്തത് കൊണ്ട് അവർക്ക് വളരെ അത്ഭുതത്തോടു കൂടി കാണാൻ സാധിച്ചു. 20 കേസസ് സുബോധത്തിലായിരുന്നു. 20 cases had been sober a couple of years. 2 കൊല്ലമായിട്ടും 20 പേര് സുബോധത്തിലായിരുന്നു. But by counting everybody who seemed to have found sobriety in New York and Akron, ന്യൂയോർക്കിലും അക്രോണിലും കൂടി അന്വേഷിക്കുമ്പോൾ they concluded more than 40 alcoholics were staying dry. 40 പേർ വരെ കുടിക്കാതിരിക്കുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദ പ്രോഗ്രാം. ഈ പ്രോഗ്രാം ആയതുകൊണ്ട്, ഈ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് കുടിക്കാതിരിക്കുന്നു എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നു. As we carefully rechecked this score, it suddenly burst upon us that a new light was shining into the dark world of the alcoholic, Bill wrote. ആ സമയത്തായിരുന്നു പെട്ടെന്ന് ഇത് ഈ ഇത്രയും ആളുകൾ രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യത്തെ മനസ്സിലാക്കുമ്പോൾ ഒരു പുതിയ വെളിച്ചം അവർക്ക് കിട്ടി. എന്താണ് അപ്പോഴാണ് ബില്ല് എഴുതിയത് കാര്യം പറയുന്നത്. Despite the fact that AB had slipped, a benign chain reaction. Despite the fact that AB had slipped, a benign chain reaction, one alcoholic carrying the good news to the next, had started outward from Dr. Bob and me. അപ്പൊ എബിയുടെ സ്ലിപ്പ് ആയെങ്കിൽ പോലും ഒരു ബിനൈൻ ചെയിൻ റിയാക്ഷൻ, ഒന്നിൽ നിന്ന് മറ്റേതിലേക്കുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവുന്നത് കാണപ്പെട്ടു. അതാണ് അവിടെ ബില്ല് എഴുതിയത്. ഒരു മദ്യാസക്തൻ ക്യാരിങ് ദ ഗുഡ് ന്യൂസ്, ഒരു മദ്യാസക്തൻ നല്ല സന്ദേശം മറ്റൊരാൾക്ക് എത്തിക്കുന്നത്, അത് സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഡോക്ടർ ബോബിൽ നിന്നും ബില്ലിൽ നിന്നും തുടങ്ങിയിരുന്നു എന്നുള്ള കാര്യം. കൺസീവബിളി ഇറ്റ് കുഡ് വൺ ഡേ സർക്കിൾ ദ ഹോൾ വേൾഡ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ ഇത് ലോകം മുഴുവനും എത്തിയേക്കാം എന്ന് കണ്ടു. വാട്ട് എ ട്രെമൻഡസ് തിങ് ദാറ്റ് റിയലൈസേഷൻ വാസ്. അതൊരു മഹാ അത്ഭുതമായിരുന്നു, അതൊരു വല്ലാത്തൊരു സംഭവമായിരുന്നു. ആ ഒരു തിരിച്ചറിവ്, അതായത് ഇത് ഇങ്ങനെ വളർത്തിയെടുത്താൽ ഇത് ലോകം മുഴുവനും എത്തും എന്നുള്ള ഒരു കണ്ടെത്തൽ. അറ്റ് ലാസ്റ്റ് വി വർ ഷുവർ, ഉറപ്പായി ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച്. There would be no more flying totally blind. ഇനി അന്ധകാരത്തിൽ വെറുതെ കാര്യങ്ങൾ ചെയ്യുന്നതല്ല എന്ന് തീരുമാനിച്ചു. We actually wept for joy, and Bob and Annie and I bowed our heads in the silent thanks. അവരുടെ സന്തോഷം കൊണ്ട് അവര് ആനന്ദ കണ്ണുനീർ അവര് പുറപ്പെടുവിച്ചു. സന്തോഷത്തിൽ ബോബിന്റെ വൈഫും ബില്ലും ദൈവത്തിന്റെ മുമ്പിൽ
തല കുനിഞ്ഞു, നന്ദി പ്രകടിപ്പിച്ചു എന്നാണ്. നിശബ്ദമായ നന്ദി പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത്. Their gratitude would have surprised some. Their gratitude would have surprised them. അവരുടെ ഈ നന്ദി പ്രകാശനം കുറെ ആളുകളെ അത്ഭുതപരിതന്ത്രരാക്കിയിട്ടുണ്ടാവും. Bill, who turned 42 that year, was jobless, while Dr. Bob at 58 was in danger of losing his house. But Bill now had nearly 3 years sobriety. Bob 2.5 years. രണ്ടുപേരും, ബില്ലും ബോബും അവരുടെ പ്രശ്നങ്ങളിലായിരുന്നു. ഒന്ന്, ബില്ലിന് ജോലി ഉണ്ടായിരുന്നില്ല, 42 വയസ്സായി, ജോലി ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ബോബിന് 58 വയസ്സായി, പക്ഷെ വാസ് ഇൻ ഡേഞ്ചർ ഓഫ് ലൂസിങ് ഹിസ് ഹൗസ്. അദ്ദേഹത്തിന്റെ വീട് തന്നെ നഷ്ടപ്പെടും എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. ഇതെല്ലാം ആണെങ്കിൽ പോലും ബിൽ ഇപ്പോ ഈ സമയത്ത്, അതായത് ഈ 42-ാം വയസ്സ് ആയിരുന്ന ഈ സമയത്ത് 3 വർഷം സുബോധവാനായിരുന്നു. ബോബ് 2.5 വർഷം സുബോധവാനായിരുന്നു എന്നുള്ളത് ആണ് ഈ ചാപ്റ്ററുടെ അവസാനത്തിൽ നമ്മൾ വായിച്ചത്. അപ്പോൾ ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇത് ഇപ്പൊ ശരിക്കും ചാപ്റ്റർ 9 പൂർത്തീകരിച്ചു. വളരെ നല്ല ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് കടന്നുപോയത്. വളരെ സന്തോഷമുണ്ട്. അതും ബില്ലിന്റെ ഒരു ജന്മദിനവും കൂടി ആണെന്ന്. ഏത് രീതിയിൽ അവര് രണ്ടുപേരും കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനത്തിലേക്ക് കുറുകി എത്തി എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കിയത് ഈ വായനയിലൂടെ. ഒരു പല അനുഭവങ്ങളും പല പരീക്ഷണങ്ങളും അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള പോരാട്ടങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് പോലെ ഈ ഒരു അവസ്ഥയിലെത്തി. അപ്പൊ അതാണ് അവർ രണ്ടുപേരുടെയും സോബ്രൈറ്റിയുടെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയാണ് ആ ചാപ്റ്റർ. അതായത് ബില്ലിന് 3 കൊല്ലം സോബ്രൈറ്റി, ബോബിന് 2.5 വർഷം സോബ്രൈറ്റി. ഇനി അങ്ങോട്ടാണ് അവരുടെ വളരെ ശക്തമായ മുൻപോട്ടുള്ള പോക്ക് ഇനി വരുന്ന പേജുകളിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.